ഉണർന്നിടുക, ഒരുങ്ങിടുക, കാന്തൻ വരാറായുണർന്നിടുക. കൃപയിൻ വാതിലടയാറായി പുതിയ യുഗം പുലരുമേ. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവൃത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. അപ്പം അതിനകത്ത് ആ ഒരു വാക്കാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത്, അവരുടെ ഇടയിൽ. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഈ പറയുന്ന എല്ലാ ആളുകളും ഈ ലോകത്തിലും ഉണ്ട്. നമ്മൾ പറയുന്ന ഒരു പരിധി വരെ ചിലപ്പം എസ്റ്റാബ്ലിഷ്ഡ് ചർച്ചസിലും ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാകും. പക്ഷേ അവരുടെ ഇടയിൽ നമ്മൾ അവരുടെ ഇടയിലാണ്. പക്ഷേ അവരിൽ നിന്ന് നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? വ്യത്യസ്തരായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. എഫേസ്യ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിലും ഇതേപോലെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. അവരുടെ ഇടയിൽ നമ്മൾ അങ്ങനെ ആയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷേ ഇപ്പോൾ അത് ദൈവസഭയിൽ അത് ഫോളോ ചെയ്താൽ അവിടെയും നമ്മൾ വ്യത്യസ്തരായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മളവിടെ 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പെറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അവരുടെ ഇടയിൽ, കാര്യം നമ്മൾ താമസിക്കുന്നത് ജീവിക്കുന്നത് വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ നടുവിലാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ആ വക്രതയും കോട്ടവും എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരു തലമുറയിൽ അവരുടെ ഇടയിൽ നമ്മൾ വ്യത്യസ്തരായി ജീവിക്കേണ്ടത് എത്ര അത്യാവശ്യമാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. നമ്മൾ ഡിഫറൻ്റ് ആയിരിക്കണം, നമ്മൾ വ്യത്യസ്തരായിരിക്കണം. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലും ഇതേപോലെ തന്നെ അതിൻ്റെ 14 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ചയാവുള്ളത്, വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. അവരുടെ നടുവിൽ നിന്ന്, നമ്മൾ അവരുടെ നടുവിലായിരുന്നു, അവരുടെ നടുവിൽ നിന്ന് ഒന്നാമത് എന്ത് ചെയ്യണം? പുറപ്പെട്ട്. പലപ്പോഴും അവരുടെ കൂടെ കൂടാൻ നമുക്ക് കഴിയില്ല. വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. അവരുടെ ഇടയിൽ, ലൗകികരായ ആളുകളുടെ ഇടയിലായിക്കോട്ടെ, അവിടെ നമ്മൾ അവരോട് ചേരരുത്. അതേപോലെ ഈ ലോകം സഭയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ആ പോപ്പുലർ സഭയുടെ അതിലേക്ക് ലോകം കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനോട് ചേർന്ന് പോകരുത്. അതിനോട് നമ്മൾ എതിർത്ത് നിൽക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. വേർപാട് സൂക്ഷിക്കണം. അതാണ് പറയുന്നത്. യെശയ്യാവിൻ്റെ പ്രവചനം 52-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നിങ്ങൾ ബെത്തപ്പാടവിടെ പോകയില്ല. 52:11 വിട്ടുപോരുവിൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ, അശുദ്ധമായതൊന്നും തൊഴരുത്, അതിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. നമ്മളെ തന്നെ നിർമ്മലീകരിക്കേണ്ടത് ആവശ്യമുണ്ട്, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കേണ്ടത് ആവശ്യമുണ്ട്.
നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് സഭകളിലേക്ക് അശുദ്ധി കടന്നുകൂടിയാൽ അതിൻ്റെ കൂടെ കൂടാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തരായി നിലകൊള്ളുവാനായിട്ട് നമുക്ക് കഴിയണം. ചിലപ്പോൾ അതിനോട് പോരാട്ടമൊക്കെ വേണ്ടി വരുമായിരിക്കും. പക്ഷേ അതിൻ്റെ കൂടെ കൂടരുത്. സഭയിൽ ഏതെങ്കിലും, ഞാൻ ഇടയ്ക്ക് കയറി പറയുകയാണ്, സഭയിൽ ഏതെങ്കിലും ഒരു വ്യക്തി പാപം ചെയ്തു ഒരുത്തൻ ആ സഭയിലുണ്ട്, അതുകൊണ്ട് ഞാനിനി അങ്ങോട്ട് വരത്തില്ലെന്നല്ല. പാപം ചെയ്തവനെയാണ് നീക്കേണ്ടത്, അല്ലാതെ സഭയെ അല്ല നീക്കേണ്ടത്. അങ്ങനെയാണല്ലോ കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. ഇത് ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, അല്ലാതെ അതുകൊണ്ട് അവൻ അവിടെ ഉള്ളത് കൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ പൊക്കോളാനല്ല പറയുന്നത്. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞത്, ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞതാ. ചിലരുടെ ഒരു പ്രശ്നമുണ്ട്, ആരെങ്കിലും ഒരു കാര്യം, ആ സഭയിലെ ഒരു ബ്രദർ വളരെ മോശപ്പെട്ട ജീവിതമാണ്, അതുകൊണ്ട് ഞാൻ ആ സഭയിലോട്ട് ഇനിയും പോകുന്നില്ല. അങ്ങനെയല്ല. പക്ഷേ ആ സഹോദരനുമായിട്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് അവൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളിയാകരുത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. ഒന്ന് യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വാക്യങ്ങൾ വായിച്ച് ഞാനങ്ങ് പോവുകയാണ്. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, അവർ ലൗകികന്മാർ ആകയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്ക് ഇതിനാൽ അറിയാം. നോക്കുക, ഇത് ദൈവസഭയിൽ നടക്കുന്ന കാര്യമാണ്. അവർ ലൗകികന്മാർ, അവര് ആരാധനയ്ക്കൊക്കെ കൂടുന്നുണ്ട്, പക്ഷേ അവർ ലൗകികന്മാരാണ്. അതുകൊണ്ട് എന്താണ്? അവർ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, ഇവരൊക്കെ എന്തുവാ ഈ പ്രസംഗിക്കുന്നത്? ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രമല്ലാതെ ഉയരത്തിലുള്ള ഒരക്ഷരം മിണ്ടാതെ. അപ്പം ഞാൻ ചിലപ്പം പറയാറുണ്ട്, ഒരക്ഷരം മിണ്ടാത്ത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമിയിലെ കാര്യം മാത്രം കേട്ടാൽ മതി, മുന്നേ ഇരിക്കുന്നവൻ അത് മതി. അതുകൊണ്ട് ഇവിടെ വന്ന് നമ്മളെ സുഖിപ്പിച്ച് രസിപ്പിച്ച് ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു, ഉയരത്തിലുള്ള ഒരു കാര്യവും പറയത്തില്ല, സ്വർഗീയമായ കാര്യം പറയത്തില്ല, വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കത്തില്ല. സഭകളിലൊക്കെ വന്ന് പ്രസംഗിക്കുന്ന ആളുകളിൽ എത്ര പേരുണ്ട്? ഇപ്പം പുറത്തുനിന്നൊക്കെ വരുന്ന ഒത്തിരി പേര് ചിലപ്പോൾ നമ്മുടെ സഭകളിലൊക്കെ വരുമല്ലോ. എത്ര പേരുണ്ട് വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുന്നത്? എത്ര പേരുണ്ട്? ഇവിടെ പറയുന്നത്, അവർ ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നത്. അവർ ലോകത്തിന്റെ കാര്യമേ പറയത്തുള്ളൂ. കാര്യം അവർ ലൗകികന്മാരാണ് എന്ന് തന്നെയല്ല, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ലൗകികന്മാർ അവരുടെ വാക്ക് കേട്ട് ഇന്ന പ്രസംഗമായിരുന്നു. ചിലപ്പോൾ പറയും, അയ്യോ ഞാനിങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുകയായിരുന്നു, എനിക്ക് എൻ്റെ കാറ് മാറി, ഞാനൊരു BMW വാങ്ങിക്കണമെന്ന് വെച്ചിരുന്നപ്പോൾ നിന്റെ സ്വപ്നം എന്താണെങ്കിലും ദൈവത്തിൻ്റെ സന്നിധി പറ, അതിനെ നീ ഗർഭം ധരിക്കുക, BMW ഗർഭം ധരിച്ചാൽ നിനക്ക് BMW കിട്ടും എന്ന് പറഞ്ഞപ്പോൾ എന്തൊരു സന്തോഷം ഇല്ലേ? അവർ ലൗകികമായത് സംസാരിക്കുന്നു. അങ്ങനെ സ്വപ്നം കാണാനാണ് പറയുന്നത് ഇല്ലേ? ഇപ്പം ഈയിടെ ആരാണ്ട് പറയുന്നത് കേട്ടു, സ്വർഗത്തിൽ ഒത്തിരി കളറുള്ള ഏഞ്ചൽമാരുണ്ട്, ദൂതന്മാര്. ഓരോ ദൂതനെ ഓരോന്നാ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. സമ്പത്തും കൊണ്ടുവരുന്ന ദൂതൻ എങ്ങാണ്ട് നീല കളറാ, ഓരോന്ന് കൊണ്ടുവരുന്നവനെല്ലാം ആ കളറാണ്. ആ കളറുള്ള ദൂതന്മാർ വരും എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ കേട്ടെങ്കിൽ രസിക്കുകയാണ് ആളുകൾ. അത് കേൾക്കാൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്ന് ആൾക്കാർ വരികയും ചെയ്യും. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം, അവർ ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു വ്യക്തി വന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവൻ ദൈവത്തിൽ നിന്നാണോ അതോ ലോകത്തിൽ നിന്നാണോ എന്ന്. ദൈവത്തിൽ നിന്നാണെങ്കിൽ അവൻ ഉയരത്തിലുള്ളതിനെക്കുറിച്ച് സംസാരിക്കും, വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കും. അല്ലെങ്കിൽ ഭൂമിയിലുള്ളതിനെക്കുറിച്ച് മാത്രം സംസാരിക്കും. ഇതാ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്ക് ഇതിനാൽ അറിയാം. നോക്കുക, വഞ്ചനയുടെ ആത്മാവ്. സ്വർഗത്തിനായി വിളിക്കപ്പെട്ട നമ്മളെ ഭൂമിയിലേക്ക് വലിച്ചോണ്ട് പോകുന്ന ആത്മാവ് വഞ്ചനയുടെ ആത്മാവാണ്. വഞ്ചനയുടെ ആത്മാവ്. നീ ഈ ദൈവത്തിന്റെ പിന്നാലെ നീ പോയാൽ ഈ ഭൂമിയിലുള്ളതെല്ലാം നിനക്ക് കിട്ടുമെന്ന് പറയുന്നത്, നമ്മുടെ ഒരു സുഹൃത്തിനോട് ഒരിക്കൽ ഒരാൾ ഇത് പ്രസംഗിച്ചു. നീ ഈ ദൈവത്തിന്റെ പിന്നാലെ വന്നാൽ ഈ ദൈവം എന്താ പറഞ്ഞ് നിനക്ക് ഭൂമിയിലുള്ളതെല്ലാം നീ കാണുന്നതെല്ലാം നിനക്ക് തരും. ഇദ്ദേഹം അയാളോട് പറഞ്ഞു, ഞാൻ ഈ പ്രസംഗം ആദ്യമല്ല കേൾക്കുന്നതെന്ന്. ബ്രദർ, എൻ്റെ പ്രസംഗം നേരത്തെ കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ആര് പ്രസംഗിച്ചാണ് കേട്ടത്? ഇതൊരു 10,000-2000 വർഷം പഴക്കമുള്ള ഒരു മെസ്സേജാ. കാര്യം ഇത് തന്നെയാണ് സാത്താൻ യേശുവിനോടും പറഞ്ഞത്, നീ എന്നെ നമസ്കരിച്ചാൽ എല്ലാം നിനക്ക് തരാമെന്ന് ഇല്ലേ?
അല്ല, നമ്മുടെ രൂപാന്തരീകരണത്തിന് വേണ്ടിയുള്ള ഒരു മെസ്സേജ് പറയട്ടെ, പാപത്തിൽ നമ്മളെ വിടുവിക്കുവാനുള്ള ഒരു മെസ്സേജ് പറയട്ടെ. അതൊന്നും കേൾക്കുന്നില്ലല്ലോ. എത്ര വലിയ ഉണർവാന്ന് പറഞ്ഞാലും. ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിലെ ഉണർവിന്റെ കാര്യമൊക്കെ ഇവർ പറയും. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിലെ ഉണർവുകളിൽ ജോണതൻ എഡ്വേർഡ്സിന്റെ ഒക്കെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തവര് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട്, ദ സിന്നർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ആൻ ആംഗ്രി ഗോഡ് എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട്, അദ്ദേഹം 5000 സ്റ്റേജിൽ അത് പ്രസംഗിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആളുകൾ ആ പ്രസംഗം കേട്ട് പൊട്ടിക്കരഞ്ഞ്, ഷാമിയാനായുടെ ഒക്കെ കമ്പേല് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അനുതപിച്ച് ജീവിതം രൂപാന്തരപ്പെട്ടതാ. അതൊക്കെയാണ് ഉണർവെന്ന് പറയുന്നത്. അല്ല, ഉണർവെന്ന് പറയുന്നത് താഴോട്ട് കിടന്നൊന്ന് പിടയ്ക്കുന്നതല്ല. അവർ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള ഒരു കാര്യമല്ല നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു വ്യത്യസ്തത, ഒരു സെപ്പറേഷൻ. അവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരായിരിക്കണം. അതാണ് ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ വേർപാടിൻ്റെ ഉപദേശം. പണ്ട് കാലത്തൊക്കെ അത് വളരെ പ്രധാനമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ കേൾക്കാൻ പോലുമില്ല. ഞാൻ മൊസാംബിക്കിൽ ഇപ്പോഴല്ല, ഒരു 14 വർഷം മുമ്പ് അവരുടെ നാഷണൽ കോൺഫറൻസിന് എന്നെ ഗസ്റ്റ് സ്പീക്കറായിട്ട് വിളിച്ചു. ഞാൻ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ മറന്നുപോയ ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് വേർപാടിൻ്റെ ഉപദേശം, ദ ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ. പാവപ്പെട്ട ആഫ്രിക്കക്കാരൻ മാത്രമല്ല, ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവിടെ പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്താ വ്യത്യാസം? ഇന്ന് വേർപാടിൻ്റെ ഒരു ഉപദേശം നമുക്ക് കേൾക്കാനില്ല. അവരിന്ന് വ്യത്യസ്തരായിരിക്കണമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നില്ല. നമ്മൾ അവരെ പോലെ ആകാനാ നമ്മൾ പരിശ്രമിക്കുന്നത്. രാഷ്ട്രീയക്കാരെ പോലെ ആകാനാ നമ്മുടെ കൺവെൻഷനൊക്കെ അവരെ വിളിച്ച് അതാ നമ്മൾ നോക്കുന്നത്. രാഷ്ട്രീയക്കാർ വന്നിരുന്ന് സുവിശേഷം കേട്ടേച്ച് രക്ഷിക്കപ്പെട്ട് പോകുന്നെങ്കിൽ എനിക്ക് സന്തോഷമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവർ വന്ന് അവൻ്റെ സുവിശേഷം നമ്മളെ കേൾപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. അവരെ പോലെ ആകുവാനല്ല നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. തിമത്തിയോസിൻ്റെ 2-ാമത്തെ ലേഖനം വായിക്കുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നതായ 2 തിമത്തിയോസ് അതിൻ്റെ 3-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഈ ലിസ്റ്റൊക്കെ ഓരോന്നും എടുത്ത് പറയേണ്ടതാണ്. പക്ഷെ നിങ്ങളൊന്ന് വായിക്ക്. ഈ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ലിസ്റ്റ് ഒന്ന് വായിച്ചേ. ഈ ലിസ്റ്റിനകത്ത് ലൗകികന്മാർ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്നാ എഴുതിയിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നവര്, അവരെ വിട്ടൊഴിയുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെയും താഴോട്ടുള്ള വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ, വീടുകളിൽ നൂണുകിടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. പിന്നെ ഓരോരുത്തരുടെയും പേരുകളെല്ലാം പറയുന്നുണ്ട്. എന്നാൽ 10-ാമത്തെ വാക്യത്തിൽ, നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശ്യം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവങ്ങളും കണ്ടറിഞ്ഞിരിക്കുന്നു. നോക്കുക, നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശ്യം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത. അവര് അങ്ങനെയാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അവരുടെ പ്രത്യേകതകളെല്ലാം പറഞ്ഞു. പക്ഷെ നീ അങ്ങനെയല്ല. നീ എൻ്റെ ഉപദേശം കേട്ടവനാണ്. അതുകൊണ്ട് എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശ്യം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവ നീ നോക്ക്. നീ അങ്ങനെ ആയിരിക്കണം. അവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ കണ്ടല്ലോ. വക്രതയും കോട്ടമുള്ള തലമുറയാണിത് എന്ന് നമ്മൾ കണ്ടു. 2-ാം അധ്യായത്തിൽ അതിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന അതാണ്. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയാണ്. അവരുടെ ഇടയിൽ അവരുണ്ട്. അവരെ അനിഹിലേറ്റ് ചെയ്യാനൊന്നും നമ്മളെ കൊണ്ട് ചിലപ്പോൾ പറ്റിയില്ലെന്നിരിക്കും. പക്ഷേ അവരുടെ ഇടയിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകുക. വേർപാട് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. വളരെ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. വേർപാടിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു.
ഇനി അടുത്ത ചില ക്ലാസ്സുകളിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വേർപാട് സൂക്ഷിച്ച വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായ ചില പാഠങ്ങളാണ്. ഇങ്ങനെ വേർപാട് സൂക്ഷിച്ചവരായ ജനങ്ങൾ, അവരിൽ നിന്ന് നമ്മൾ ചില പാഠങ്ങൾ പഠിക്കണം. ദൈവത്തിൻ്റെ വിളി കേട്ടവരൊക്കെ അവരുടെ തലമുറയിൽ വ്യത്യസ്തരായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ വിളി കേട്ടവരൊക്കെ അവരുടെ തലമുറയിൽ വ്യത്യസ്തരായിരുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം അവർ വ്യത്യസ്തരായിരുന്നു. അങ്ങനെ വ്യത്യസ്തരായ ഈ ജനങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചില പാഠങ്ങൾ നമ്മൾ പഠിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രായോഗികമാക്കണം. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ പഠനം ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉണർന്നിടുക, ഒരുങ്ങിടുക, കാന്തൻ വരാറായി ഉണർന്നിടുക. കൃപയിൻ വാതിലടയാറായി പുതിയ യുഗം പുലരുമേ. ഉണർന്നിടുക, ഒരുങ്ങിടുക, കാന്തൻ വരാറായി ഉണർന്നിടുക. കൃപയിൻ വാതിലടയാറായി പുതിയ യുഗം പുലരുമേ. നോഹയിൻ കാലം പോൽ ഭൂമിയിലും വിശ്വാസത്യാഗം നടന്നിടുന്നു. നോഹയിൻ കാലം പോൽ ഭൂമിയിലും വിശ്വാസത്യാഗം നടന്നിടുന്നു. ഇരുളിൻ പ്രവൃത്തികൾ വിട്ടോടിടാം, പകലിൻ വേലയിൽ മുന്നേറിടാം. ഇരുളിൻ പ്രവൃത്തികൾ വിട്ടോടിടാം, പകലിൻ വേലയിൽ മുന്നേറിടാം. ഉണർന്നിടുക, ഒരുങ്ങിടുക, കാന്തൻ വരാറായി ഉണർന്നിടുക. കൃപയിൻ വാതിലടയാറായി പുതിയ യുഗം പുലരുമേ. ആകാശലക്ഷണങ്ങൾ കണ്ടിടുന്നു, കടലിൽ ഓളങ്ങൾ ഇളകിടുന്നു. ആകാശലക്ഷണങ്ങൾ കണ്ടിടുന്നു, കടലിൽ ഓളങ്ങൾ ഇളകിടുന്നു. മേഘത്തിൽ കാന്തൻ വെളിപ്പെടുമേ, പകലിൻ വേലയിൽ മുന്നേറിടാം. മേഘത്തിൽ കാന്തൻ വെളിപ്പെടുമേ, പകലിൻ വേലയിൽ മുന്നേറിടാം. ഉണർന്നിടുക, ഒരുങ്ങിടുക, കാന്തൻ വരാറായി ഉണർന്നിടുക. കൃപയിൻ വാതിലടയാറായി പുതിയ യുഗം പുലരുമേ. ഭീതിയിൻ കാലം തീർന്നിടാറായി, രോഗം ശോകം ദുഃഖങ്ങൾ മാറിടാറായി. ഭീതിയിൻ കാലം തീർന്നിടാറായി, രോഗം ശോകം ദുഃഖങ്ങൾ മാറിടാറായി. തേജസ്സിൽ കാന്തൻ വെളിപ്പെടുമേ, പകലിൻ വേലയിൽ മുന്നേറിടാം. തേജസ്സിൽ കാന്തൻ വെളിപ്പെടുമേ, പകലിൻ വേലയിൽ മുന്നേറിടാം. ഉണർന്നിടുക, ഒരുങ്ങിടുക, കാന്തൻ വരാറായി ഉണർന്നിടുക.
കൃപയിൻ വാതിലടയാറായി പുതിയ യുഗം പുലരുമേ.